അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് എനിക്കൊരു നോമ്പുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ അള്ളാഹുവിൻ്റെ അടുത്ത് എങ്ങനെ ദുആ ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ബാഗ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊരു ക്യാൻഡിൽ ഉണ്ടാക്കാമെന്ന്. വീഡിയോയുടെ ഫസ്റ്റ് കാണുന്ന ക്യാൻഡിലാണ് ഞാൻ ഇന്നുണ്ടാക്കിയത്. ഫസ്റ്റ് ഞാൻ ഈ ഓയിൽ ബോട്ടിൽ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. ബോട്ടിൽ ഞാൻ പകുതിയായി മുറിച്ചിട്ട് അതിൻ്റെ അളവിൽ വാക്സ് എടുത്ത് മെൽറ്റാക്കാൻ വേണ്ടി ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് ഞാൻ വാക്സ് മെൽറ്റാക്കാൻ വേണ്ടി എടുത്തത്. സ്റ്റീൽ ഗ്ലാസ്സിൽ ആദ്യം കുറച്ച് വാക്സ് ഇട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് മെൽറ്റാക്കി. എന്നിട്ട് അത് മെൽറ്റാവുമ്പം ബാക്കിയുള്ള വാക്സ് ഇട്ട് ഫുള്ള് മെൽറ്റാക്കി. എന്നിട്ട് ഞാൻ ഒരു അക്രിലിക് പെയിൻറ്റ് എടുത്ത് ഈ മെൽറ്റായ വാക്സിൽ ഒഴിച്ചു. റോസ് കളർ അക്രിലിക് പെയിൻറ്റാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ ഈ മെൽറ്റായ വാക്സ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബോട്ടിലിൽ ഒഴിച്ച്, പക്ഷേ അത് ചൂട് കാരണം ഉരുകിപ്പോയി. ഞാൻ വീഡിയോ ഓണാക്കാനും മറന്നുപോയായിരുന്നു. എൻ്റെ കയ്യിൽ ഗ്ലാസിൻ്റെ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ അതെടുത്തിട്ട് അതിൽ പകുതി വരെ വെള്ളം ഒഴിച്ച്, എന്നിട്ട് കുറച്ച് സീക്വൻസും മുത്തൊക്കെ ഇട്ട് മിക്സാക്കി. അപ്പോൾ കാണാനൊക്കെ കുറച്ച് ഭംഗിയാവും. അതിൻ്റെ മുകളിലാണ് ഞാൻ വാക്സ് ഒഴിച്ചത്. എന്നാലേ നമുക്ക് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ക്യാൻഡിലായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഞാൻ തിരിക്ക് വേണ്ടി സാധാ നൂലാണ് മടക്കി വെച്ചത്. പക്ഷേ അത് വർക്കായില്ലായിരുന്നു. അത് തീ കത്താതെ ഉരുവി പൊയ്ക്കൊണ്ടിരുന്നു. അപ്പം ഞാനത് മാറ്റിയിട്ട് കോട്ടൺ തുണി ചുരുട്ടി വെച്ച്, എന്നിട്ട് ഞാൻ ഇത് സെറ്റാവാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കും ഇരുവിൻ്റെ ബാങ്ക് കേൾക്കാൻ സമയമായി. അങ്ങനെ ഞാൻ നോമ്പ് മുറിക്കാൻ വേണ്ടിയിരുന്ന് ഇതൊക്കെ വെച്ചാണ് ഇന്നത്തെ നോമ്പ് ഞാൻ മുറിച്ചത്. നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പോയി. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ദുആയൊക്കെ ഓതി. ഞാൻ ഇപ്പോഴും ഓതുന്നത് ആമന റസൂൽ, ആയത്തുൽ കുർസി, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇതുപോലുള്ള എനിക്കറിയാവുന്ന കുറച്ച് ദുആകളാണ്. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഞാൻ എന്നും 4 പേജ് ഖുർആൻ ഓതാറുണ്ട്. ഞാൻ നേരത്തെ സെറ്റാവാൻ വേണ്ടി വെച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടാണ് ഞാൻ ഖുർആൻ ഓതാൻ പോകുന്നത്. ഇത് ഞാൻ ആൾറെഡി കത്തിച്ചായിരുന്നു, കാരണം നൂലിൽ കത്തിച്ചപ്പോൾ അത് ഫ്ലോപ്പായായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ സെൻറ്റർ മെൽറ്റാക്കിയിട്ട് ഒരു കോട്ടൺ തുണി ചുരുട്ടി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഈ വെള്ള ക്യാൻഡിൽ ഞാൻ ആദ്യമേ ഉണ്ടാക്കിയതായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ഹത്തം കംപ്ലീറ്റായി, അടുത്ത ഹത്തം തുടങ്ങിയെന്ന്. അതിപ്പോൾ 6 ജിസ്സുമായി. ഇപ്പോൾ ഞാൻ സൂറത്തുൽ മാഇദയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ദിവസം ഒരു പേജെങ്കിലും കുറഞ്ഞത് ഖുർആൻ ഓതാൻ ശ്രമിക്കണം. അതിലൂടെ നമുക്ക് അള്ളാഹുവും നമ്മളുമായിട്ടുള്ള കണക്ഷൻ കൂടുന്നത് മനസ്സിലാവും. ചിലരൊക്കെ കുറേ നാൾ ഖുർആൻ ഓതാതിരുന്ന് ഖുർആൻ ഓതുന്നതൊക്കെ മറന്നു പോയി കാണും. അവർക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അതാണെന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഖുർആൻ മാത്രമല്ല, മുസ്ലിംസിന് നല്ല ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതുപോലെ എല്ലാ ആയത്തിനും നമുക്ക് വോയിസ് കേൾക്കാൻ പറ്റും. അപ്പോൾ ഖുർആൻ ഓതാനൊക്കെ മറന്നു പോയവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പായിരിക്കും. മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചു. ഈ കറികളൊക്കെ ആയിരുന്നു അന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചു. ചായയുടെ കൂടെ ഇന്ന് ബ്രെഡും കൂടെയാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇശാൻ്റെ ബാങ്ക് കേട്ടു. ഞാനങ്ങനെ ഇശാ നിസ്കരിച്ചു. പിന്നെ ദിക്റുകളൊക്കെ ചൊല്ലി. പിന്നെ എൻ്റെ ദുആ ബുക്കിൽ അറിഞ്ഞൂടാത്ത പുതിയ ദുആകളൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഓതി. ഇശായ്ക്ക് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഖുർആൻ ഓതി. എന്നും ഞാൻ ഇശ കഴിഞ്ഞിട്ട് സൂറത്തുൽ മുൽക്കാണ് ഓതാറുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ അള്ളാഹുവിൻ്റെ അടുത്ത് എങ്ങനെ ദുആ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു ആഗ്രഹം സാധിച്ചു തരുന്നു എന്ന ഉറപ്പോടു കൂടി ദുആ ചെയ്യണം. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ നമ്മുടെ എന്തെങ്കിലും സാധനം ആരുടെയെങ്കിലും കയ്യിൽ വെക്കാൻ കൊടുത്തു, എന്നിട്ട് അത് തിരിച്ചു വാങ്ങാൻ പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഉറപ്പ് കാണും നമുക്ക് ആ സാധനം തിരിച്ചു കിട്ടുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്തായാലും അള്ളാഹു സാധിച്ചു തരുന്നു എന്ന വിശ്വാസം നമുക്ക് വേണം. ചിലപ്പോൾ നമുക്കൊക്കെ ഡൗട്ടായിരിക്കും, നമ്മൾ ഇത്രയും തെറ്റുകൾ
തെറ്റുകൾ ചെയ്തു പോയി, അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കേൾക്കുമോ എന്നൊക്കെ ആയിരിക്കും. എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്ത് അള്ളാഹു നമ്മുടെ തെറ്റുകളെല്ലാം പുറത്തു തരും. നമ്മൾ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പായിട്ട് ദുആ ചെയ്യണം. ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ തൗബ ചെയ്യണം. നമ്മൾ ഇതുവരെയും ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് മാപ്പ് ചോദിച്ച് നമ്മൾ തൗബ ചെയ്യണം. നമ്മുടെ മനസ്സിൽ നമുക്ക് ഓർമ്മയുള്ള എല്ലാ തെറ്റുകളും നമ്മൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് തൗബ ചെയ്യണം. പിന്നെ നമുക്ക് അറിഞ്ഞൂടാതെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിക്കണം അള്ളാഹുവിൻ്റെ അടുത്ത്. മൂന്നാമത് നമ്മൾ അള്ളാഹുവിന് നന്ദി പറയണം. നമുക്ക് അള്ളാഹു ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും അൽഹംദുലില്ലാ പറയണം. അള്ളാഹുവിന് നമ്മളിൽ നിന്ന് വേണ്ടത് ഇബാദത്താണ്. അപ്പോൾ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിയത്ത് ചെയ്യാം. അള്ളാഹുവേ, ഞാൻ ഇത്ര യാസീൻ ഓതാം, ഇത്ര ഖുർആൻ ഓതാം, ഞാൻ സുന്നത്ത് നോമ്പ് പിടിക്കാം, അങ്ങനെയൊക്കെ നിയത്ത് ചെയ്ത് നമുക്ക് ആഗ്രഹങ്ങൾ ചോദിക്കാം. ഖുർആനൊക്കെ ഓതി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇനിയുള്ള എല്ലാ ട്യൂസ്ഡേയും ഫ്രൈഡേയും ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي